തരത്തിലും ന്യായീകരിക്കുന്നില്ല. ഇപ്പോൾ റിട്ടയേർഡ് SP സക്രിയ ജോർജ് കൂടി ചേരുന്നുണ്ട്. സാർ, ഇവിടെ ഏറ്റവും നിർണായകമാകാവുന്ന ഒരു തെളിവ് ഞാൻ ഇപ്പോഴും പറയുന്നു. ഞാൻ രാഹുൽ പറയുന്ന പോയിന്റുകളിൽ 50% ഞാൻ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയാണ്. ഒരു കാരണവശാലും സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ഒരാളെയും നമുക്ക് ന്യായീകരിക്കേണ്ടതില്ല. അവിടെ ഏറ്റവും നിർണായകമാകേണ്ടിയിരുന്ന തെളിവ് ആര്യ എന്ന മേയർ പറയുന്നതിനേക്കാൾ, ആര്യയുടെ ഭർത്താവായ സച്ചിൻ ദേവ് പറയുന്നതിനേക്കാൾ, ആ വാഹനത്തിൽ ഉടനീളം സഞ്ചരിച്ചവർ പറയുന്നതിനേക്കാൾ തെളിവാകേണ്ടിയിരുന്നത് മെമ്മറി കാർഡാണ്. ആ മെമ്മറി കാർഡ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം. അതിനെ അങ്ങനെ വെറുതെ ചെറുതായി നമുക്ക് കാണാൻ സാധിക്കുമോ? കാരണം ഈ വിഷയത്തിൽ പോലീസ് ആ നിമിഷം തന്നെ ഇടപെട്ടിരുന്നു. പോലീസ് ആ സംഭവ സ്ഥലത്ത് തന്നെ എത്തിയിരുന്നു. അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നൊന്നും അറിയില്ല. അറസ്റ്റ് ചെയ്തു, അതുകൊണ്ട് യാത്രക്കാർ ഇറങ്ങണം എന്ന് MLA പറഞ്ഞുവെന്നാണ്. അതെന്തുമാകട്ടെ, ആ നിമിഷം ഒരു സ്ത്രീ ഇത്തരത്തിൽ പരാതി പറഞ്ഞാൽ ഏറ്റവും ആദ്യം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് മാക്സിമം ആ സ്ത്രീക്ക് അനുകൂലമാകുന്ന തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നതാണല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ഈ വീഡിയോ ദൃശ്യങ്ങൾ ആ നിമിഷം തന്നെ ശേഖരിക്കുക എന്നത്. അത് കൃത്യമായും പോലീസിന്റെ അനാസ്ഥയല്ലേ? കാർഡ് നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, എപ്പോഴാണ് ഈ കാർഡ് പോലീസ് തിരക്കിയത് എന്നത്. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഒരു വാഹനവും ഒരു സബ് ഇൻസ്പെക്ടർ ആൻഡ് എബോ റാങ്കിൽ തത്തുല്യമായിട്ടുള്ള ആളല്ലാതെ ഒരാൾക്ക് ഒരു വാഹനം തടഞ്ഞു നിർത്താനുള്ള അധികാരം മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം കൊടുക്കുന്നില്ല. പ്രോട്ടോകോൾ പ്രകാരം നമ്മുടെ ഹോസ്പിറ്റാലിറ്റി സർവീസ്, ഗസ്റ്റ് ഹൗസും ഒക്കെ ഉപയോഗിക്കാനായിട്ടൊക്കെ മേയർക്കൊക്കെ ഉയർന്ന പരിഗണന നൽകുന്നുണ്ട്. അതെ, MP-ക്കും MLA-ക്കും ഒക്കെ മുകളിലാണ് പ്രോട്ടോകോൾ പ്രകാരമുള്ള പദവി. അതെ, പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിലും ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്ടും പ്രകാരം അവർക്ക് യാതൊരു അധികാരവുമില്ല. അതവർ മനസ്സിലാക്കണം. ശരി, നമുക്കൊരു പദവി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് രാജ്യത്തുള്ള എല്ലാ നിയമത്തിനകത്തും പോയി അതിനകത്ത് ഇടപെടാൻ നമുക്ക് അധികാരമില്ല. പക്ഷേ ഒരാൾ അവിടെ എനിക്കൊരു ചെറിയ വിയോജിപ്പുള്ളത്, ഒരു പക്ഷെ വൈകാരികമായ ഒരു തലമുണ്ടല്ലോ. ഒരു സ്ത്രീ എന്ന നിലയിൽ അതിപ്പോൾ മേയർ ആകണമെന്നില്ല. ഒരു സഹിക്കാനാവാത്ത ഒരു തരത്തിലുള്ള ബിഹേവിയർ ആ ഡ്രൈവറുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അതിപ്പോൾ മേയർ ആകണമെന്നില്ല. ഏതൊരു സ്ത്രീയും ചിലപ്പോൾ പ്രതികരിച്ചേക്കാം. ആ പ്രതികരണ ശേഷി നമുക്കൊരിക്കലും മോശമായി കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിനോട് പൊതുസമൂഹം യോജിക്കണമെന്നില്ല. അവിടെ ആ സ്ത്രീക്കൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത്. അത് ഞാൻ സമ്മതിച്ചു. ഒരു സാധാരണ സിറ്റിസൺ ആണെങ്കിൽ, ഒരു പൗരനാണെങ്കിൽ വികാരം നിയന്ത്രിക്കണം. പക്ഷെ ഇത് മേയറാണ്, മാതാവാണ്. അപ്പോൾ അതിന് പ്രൂഡൻസ് വേണം, പക്വത, അതുപോലെ വിവേകം. ഇതൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന കസേരയ്ക്ക് അനുസരിച്ചുള്ള തത്തുല്യമായിട്ടുള്ള ഒരു പെരുമാറ്റ സംഹിത നമുക്ക് ഉണ്ടാകണം. സ്ട്രീറ്റ് ബോയ്സ് മാതിരി ഉയർന്ന ആൾക്കാർക്ക് പെരുമാറാൻ പറ്റില്ല. നമ്മൾ സ്ട്രീറ്റ് ബോയ്സ് എന്ത് കാണിച്ചാലും അവർ സ്ട്രീറ്റ് ബോയ് ആണെന്ന് പറയും. പക്ഷെ അവരവരിയ്ക്കുന്ന ഉയർന്ന പദവിക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കോൺട്രവേഴ്സിയിലേക്ക് വരില്ലായിരുന്നു. പോലീസിൻ്റെ 9846-200-100 എന്ന് പറഞ്ഞ ഇതുണ്ട്, ടോൾ ഫ്രീ നമ്പറുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ഹൈവേ പോലീസിനെ അല്ലെങ്കിൽ കൺട്രോൾ റൂമിനെ അലേർട്ട് ചെയ്തുകൊണ്ട് അവരവിടെ വന്ന് പിന്നെ നടപടി എടുത്തേനെ. പിന്നെ ഒരു സംഭവം ഉണ്ടായി, അടുത്ത സംഭവം ഉണ്ടാക്കുകയല്ല ഒരു ഉത്തരവാദിത്തമുള്ള വ്യക്തിയുടെ ചുമതല. ആ ഉണ്ടാക്കിയ സംഭവത്തിന് നമ്മൾ പരിഹാരം കണ്ടുപിടിക്കുക. അത് ഇരയാണെങ്കിൽ ഇരയ്ക്ക് കിട്ടേണ്ട നീതി നമ്മൾ നേടിയെടുക്കണം. അടുത്തതായിട്ട് ചോദിച്ചത് എവിഡൻസിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ പറഞ്ഞ യദു എന്ന് പറഞ്ഞ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ആ KSRTC ബസ് പോലീസ് മാസ്റ്ററിൽ വിവരിച്ചെടുക്കണം. വിവരിച്ചെടുക്കുമ്പോൾ അത് സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്, പോലീസിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സർക്കുലർ 17/2016 ഡേറ്റഡ് 21/9/2016 പ്രകാരം തീർച്ചയായിട്ടും ഈ CCTV ഫുട്ടേജ് എടുക്കണം. ടേക്കിംഗ് ഓഫ് CCTV ഫുട്ടേജ് ആൻഡ് കോൾ റെക്കോർഡ്സ് ആസ് എവിഡൻസ് ഇൻ പ്രോസിക്യൂഷൻ ഓഫ് കേസസ് ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂഡ്. PSQ നിന്ന് തന്നതാണ്. അത് പോലീസ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് വേറൊരു ആക്ഷേപം കൂടെ ഉണ്ട്. ആ ആക്ഷേപം എന്ന് പറഞ്ഞാൽ അതിലെ ഒരു നമ്മൾ ഇതിൽ CCTV ഫുട്ടേജ് പിന്നെ അവിടുന്ന് കിട്ടുന്ന സർവൈലൻസ് ക്യാമറ എന്നുള്ളത് കാണുന്നുണ്ട്. ഒരാൾ ഈ ഡ്രൈവറുടെ യദു എന്ന് പറഞ്ഞ ആളുടെ പുറകിൽ നിന്നിട്ട് വീഡിയോ പിടിക്കുന്നുണ്ട്.
അതിൽ ആക്ഷേപമുണ്ട് അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ. അത് ഈ പറയുന്ന മേയറുടെ ഹസ്ബൻഡ് ബസ്സിനകത്ത് കയറി ചെയ്തു എന്ന് ആക്ഷേപമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് കോസിങ് ഡിസപ്പിയറൻസ് ഓഫ് എവിഡൻസ്. IPC പ്രകാരം അത് കുറ്റകരമാണ്. അങ്ങനെ ചെയ്യാൻ ആർക്കും അവകാശമില്ല. പോലീസിനുമില്ല, കോടതിക്കുമില്ല, ആർക്കുമില്ല. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് എറണാകുളത്തെ ദിലീപിന്റെ കേസിനകത്ത് വിവാദമായി വരിക CCTV ഫുട്ടേജ് നോക്കിയത് തന്നെ. അപ്പൊ അത് എങ്ങനെ തെളിവ് നശിപ്പിക്കാൻ പറ്റും? കോടതി കിട്ടിയ CCTV ഫുട്ടേജ് ഒന്ന് നോക്കി എന്ന് പറഞ്ഞതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോടതിയിലിരിക്കുന്ന കേസ്. അപ്പൊ ഒരാൾക്ക് എങ്ങനെ ഡിസപ്പിയർ ചെയ്യിപ്പിക്കാം? അപ്പം പിന്നെ അടുത്തത് ബസ്സിനകത്തുള്ള CCTV ഫുട്ടേജില് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കാണും. അപ്പൊ തീർച്ചയായിട്ടും അത് നശിപ്പിക്കേണ്ടത് ആർക്കോ താല്പര്യമുള്ളവർക്കുണ്ട് എന്നുള്ളത് നമുക്ക് നിഗമനത്തിലെത്താം. ശരി, അതാണ് ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ച ഈ നടിയുമായി ബന്ധപ്പെട്ട വിഷയം കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇവിടെ ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല. എത്രയോ വിഷയങ്ങളിൽ ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ മെമ്മറി കാർഡ് പോലെയുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ കാലഘട്ടമാണ്. സ്വകാര്യ ബസ്സുകളിൽ പോലും CCTVകൾ ഘടിപ്പിക്കുകയും CCTV ക്യാമറകൾ ഘടിപ്പിക്കുകയും വീഡിയോകൾ റെക്കോർഡ് ചെയ്യുകയും ഒക്കെ അവരുടെ പെർമിറ്റും ഒക്കെ പുതുക്കി കിട്ടണമെങ്കിൽ അതിപ്പോൾ ആവശ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതിപ്പോൾ തുടർച്ചയായി ഇപ്പോൾ നമുക്കറിയാം മോൺസൺ മാവുങ്കൽ കേസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ പരിശോധിച്ചാൽ അവിടെയൊക്കെ ഈ മെമ്മറി കാർഡ് മാത്രം പോലീസ് മറന്നു പോവുകയോ അല്ലെങ്കിൽ വൈകുകയോ ഒക്കെ ചെയ്യുകയാണ്. ഇവിടെയും ഇത്തരത്തിലൊരു മേയർ ആണ് ഈ പരാതിയുമായി എത്തിയത് എന്നത് ഓർക്കണം. ഒരു MLA ഈ പരാതിയുടെ ഭാഗമായി ഉണ്ട് എന്ന് ഓർക്കണം. അപ്പോൾ പോലും അടിയന്തിരമായി എടുക്കേണ്ടത് ഈ CCTV ദൃശ്യമാണ്, അല്ലെങ്കിൽ ക്യാമറ ദൃശ്യങ്ങൾ ആണ്, മെമ്മറി കാർഡാണ്. ഇതൊക്കെ പോലീസിന് അറിയാതെ പോകുന്നതാണോ? അപ്പോൾ അത് വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ CCTV അതിൻ്റെ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ നടന്ന സംസാരങ്ങളും പുറത്തു വന്നേനെ. വോയിസ് സ്പെക്ട്രോഗ്രാഫി എന്ന് പറഞ്ഞ ടെക്നിക്ക് പ്രകാരം ഈ പലരും സംസാരിച്ചാൽ ഓരോരുത്തരുടെ വോയിസ്, ഇപ്പം ഞാൻ സംസാരിക്കുന്നു, മിസ്റ്റർ അഭിലാഷ് സംസാരിക്കുന്നു, നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ സംസാരം ഓവർലാപ്പ് ചെയ്യും. പക്ഷെ വോയിസ് സ്പെക്ട്രോഗ്രാഫിയിൽ ഓരോരുത്തരുടെയും സംസാരം അത് കൃത്യമായിട്ട് വേർതിരിച്ചെടുക്കാം. അപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് കൃത്യമായിട്ട് വന്നേനെ. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ പുറയിൽ ഒരു കോൺസ്പിറസി ഉണ്ട്. പോലീസ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പാടില്ലായിരുന്നു. സർക്കുലർ 17/2016 പ്രകാരം പോലീസിനെ അലേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഇരിക്കുന്ന SHOയ്ക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും ലാബ്സ് ഉണ്ട്. പിന്നെ SHOയുടെ പാർട്ടില് ലാബ്സ് ഉണ്ടെങ്കിൽ 2018 ഒരു സർക്കിൾ ഇറക്കിയായിരുന്നു. അതായത് സീനിയർ ഓഫീസേഴ്സ് വുഡ് ബി ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ദ മിസ്ബിഹേവിയർ ഓർ ലാപ്സസ് ഓഫ് ദി സബോർഡിനേറ്റ്സ്. അപ്പൊ ഈ SHOയുടെ ഭാഗത്തെ തെറ്റില് തീർച്ചയായിട്ടും അവിടുത്തെ ഡിസ്ട്രിക്ട് പോലീസ് ചീഫായ കമ്മീഷണർക്ക് ഉത്തരവാദിത്വമുണ്ട്. കാര്യം കമ്മീഷണറൊക്കെ നല്ല കൊഴുത്ത ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. അദ്ദേഹം നേരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ DIG അഡ്മിനിസ്ട്രേഷൻ ആയിട്ടിരുന്ന. ഈ സർക്കിളൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്. ഇതൊന്നും ഇവർക്ക് ആർക്കും അറിയാൻ വയ്യാത്തതല്ല. പൊളിറ്റിക്കൽ ഇഷ്യൂ വരുമ്പം പലപ്പോഴും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ നിഷ്ക്രിയമാകുന്നു. അത് പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി പറഞ്ഞാണ്, ദ പോലീസ് ഹാവ് ബിക്കം മിയർ ടൂൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി അൺസ്ക്രൂപ്പുലസ് പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സ്. ഇത് മാറിയേ പറ്റുള്ളൂ. നമുക്കറിയാം മനുഷ്യാവകാശ കോടതി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഇപ്പം ഇതിലെ ഇരയ്ക്കും ഈ പറയുന്ന പ്രതിക്കും ഒക്കെ മനുഷ്യാവകാശ കോടതി ഉണ്ടായിരുന്നെങ്കിൽ പോകാമായിരുന്നു. 25/11/2015 ഉത്തരവിട്ടതാണ്. എന്നിട്ട് എല്ലാ ജില്ലാ കോടതികളും പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മനുഷ്യാവകാശ കോടതിയായിട്ട് ഇട്ടു. ഇപ്പോൾ 9 വർഷം കഴിഞ്ഞു. ഇത് ഓർഡർ ഇടുമ്പോൾ UDF ആണ്, അത് കഴിഞ്ഞിട്ട് LDF ആണ്. ഇവരാരും ചെയ്യുന്നില്ല. തീർച്ചയായും വിഷയങ്ങളിലേക്ക് വരാം സാർ. അതിനു മുമ്പ്